ഹലോ ഗൈസ്, നമ്മളെ ചാനലിൽ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മളതിന് മുന്നേ ഒരു പായസത്തിന്റെ വീഡിയോ ആയിട്ട് വന്നില്ലേ? എങ്ങനെയാണ് നമ്മുടെ വീഡിയോ? അത് റീച്ച് ആവുന്നതായിരിക്കുന്നേ, റീച്ച് ആവട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് നമ്മളെ കേരളത്തിൽ കിട്ടാത്തൊരു ഐറ്റം ആണ്. ഞാൻ ഇന്തോനേഷ്യയിൽ പോയപ്പോൾ മേടിച്ച അവിടുത്തെ ഒരു എന്താ പറയാ ഫുഡാണ് റണ്ടാങ്, ബീഫ് റണ്ടാങ്. ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ആണെന്ന്. അപ്പം ഡയറക്റ്റ് വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ബീഫ്, ഇത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുള്ളൂ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ റണ്ടാങ് എന്ന് പറഞ്ഞ സ്പൈസ്, അത് ഇന്തോനേഷ്യയിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഇത് ഒരു പാക്കറ്റ് 1/2 കിലോ ബീഫിനാണ്. നമുക്കിപ്പോൾ 1 കിലോ ബീഫ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ 1 കിലോ ബീഫിന് 2 റണ്ടാങ്ങിന്റെ സ്പൈസ്. ഇത് ഈബേയിൽ കിട്ടും, നാട്ടിലുള്ളവർക്ക് ഈബേയിൽ കിട്ടും. ഓക്കെ, പരിപാടിയിലോട്ട് പോവാം. ആദ്യം എപ്പോഴത്തെ പോലെ എണ്ണ ഒഴിച്ച് ആ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ആ റെഡിമെയ്ഡ് മിക്സ് ഇട്ട് ഒന്ന് വഴട്ടണം. അപ്പൊ അതിൽ നിന്ന് ആ ഒരു നല്ല സ്മെല്ല് വരുന്ന സമയത്ത് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് മിക്സ് ഒന്ന് ചേർത്തോക്കാം. നമ്മൾ ആദ്യം പൊട്ടിച്ച് വെച്ചതാണ്. നല്ലോണം ഇത് വഴറ്റണം. ഈ മാക്സിമം പുറത്തിരിക്കണം നല്ലതാണ്. അതിൽ പിടിച്ചോ സംശയമില്ല, പിടിച്ചു പോകും. അപ്പൊ ഇതിന്ന് ഇപ്പൊ ഒരു സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി ബീഫ് ഇടലാം അല്ലേ? എടുത്തിട്ടോ. ബീഫ് ഇച്ചിരി വലിയ പീസായിട്ടാ, ഒരുപാട് ചെറുതാക്കാൻ നിന്നില്ല. ഇത് തീ കൂട്ടിട്ടെ. ആ കുട്ടിയായി. നല്ലോണം ഒന്ന് വഴറ്റാം. ഇത് 1/2 കിലോ ബീഫിന് ഒരു കവർന്ന. അപ്പോൾ നമ്മൾ 1 kg എടുത്തോണ്ടാണ് നമ്മൾ 2 പാക്കറ്റ് പൊട്ടിച്ചിട്ടത്. അല്ലെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റിന്റെ ആവശ്യമുള്ളൂ. ഇതൊന്ന് ഡ്രൈ ആക്കി ഉള്ള പരുവത്തിലെടുക്കാണ് നമ്മൾ എണ്ണ കൂടുതൽ ചേർത്തേ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇത് മണോടാ, അടിപൊളി മണം അല്ലേ? എപ്പോഴും മണം. ഫസ്റ്റ് ടൈം ബീഫിന്റെ ഒരു വെറൈറ്റി സാധനം കഴിക്കാൻ. പൊറോട്ട മേടിച്ചാൽ തീർന്നുപോയി. ഇല്ല, നെയ്ച്ചോറ് വയ്ക്കാം. വേണ്ട, ഇനിയിപ്പം നെയ്ച്ചോറ് വയ്ക്കേണ്ടി വരും. വേണ്ട. എന്റെ കൃത്യം സമയം പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റാ നമ്മൾ ആ ഓയിൽ ഇട്ടതിന് ശേഷം. നല്ല ബീഫാണ്. അപ്പൊ നമ്മൾ ആ കണ്ട വെള്ളം ഫുള്ള് നമ്മൾ വറ്റിച്ച് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വേണം ചെയ്യാൻ. നല്ല പറ്റിയില്ലേ? കളറൊക്കെ പിടിച്ച് കറക്റ്റ്. അടിയിലോട്ട് മസാല ഉണ്ട് കേട്ടോ. ഇനി ഓർ വറ്റിക്കണ്ട. ഇനി നേരെ നമുക്ക് പാൽ ഒഴിക്കാം, തേങ്ങാപ്പാൽ വേഗം ഒഴിക്കാം. ഒഴിച്ചോ. ഇതിൽ കാണിച്ചത് 700 മില്ലി ഒഴിക്കണം. നമ്മളിപ്പോ 400 മില്ലി ഉള്ളൂ. ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ഇടേണ്ടത് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെറുതെ വെക്കും ചെയ്യരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്താ അതിനെ ഇളക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഇളക്കിക്കൊണ്ട് നിൽക്കണം എന്നാണ് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞത്. എന്താടാ നീ വെച്ചേ? ചോറ് വെച്ചോ? കൂടെ ചോറ് കൊണ്ട് വെച്ചു. അപ്പൊ ഏകദേശം നമ്മൾ തേങ്ങാപ്പാലും വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പ് അമൽ ആദ്യം ഇട്ടിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല. ഉപ്പ് നുള്ളു ഉപ്പിട്ടാൽ മതി, കാരണം ഈ മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ട്.
ഇതാണ് അതിന്റെ ഒതന്റിക് കറക്റ്റ് കളർ. ഇതിങ്ങനെ അധികം ഗ്രേവി ടൈപ്പ് അല്ല വരുന്നത്. ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇന്തോനേഷ്യൻ കഴിച്ചപ്പോൾ ഇതേമാതിരി തന്നെ കിട്ടിയത്. എപ്പോഴും റെക്കമെൻഡേഷൻ ചെയ്യണതും ഇതുപോലത്തെ ഒരു, നമുക്ക് എന്തായാലും ഒറ്റ തവണ ട്രൈ ചെയ്യാൻ ഏതെങ്കിലും ഇതുപോലത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഏതായാലും മതി. ഈബേന്ന് കിട്ടുന്ന വിചാരിക്കുന്നു, ലിങ്ക് ആണ് കൊടുത്തേക്കാം. ഓക്കെ, ഇതാണ് സാധനം. ബീഫ് റണ്ടാങ്. അവിടെ പറയുന്ന പേര് റണ്ടാങ് സാപ്പി എന്നാണ്. സാപ്പി എന്ന് പറഞ്ഞാൽ ബീഫ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റല്ലേ? മാറ്റിക്കാൻ മേലെ. ഇതൊരു ഗ്രേവി ടൈപ്പ് അല്ല ഉണ്ടാവാ. അപ്പം ചോറിലിങ്ങനെ കുഴിച്ചടക്കന്നെ. ഇതാണ് സാധനം. കഴിച്ചു നോക്കണേ. എങ്ങനെ അവിടുത്തെ ടേസ്റ്റ് തന്നെ? എനിക്ക് അവിടെ നിന്ന് കഴിച്ച ടേസ്റ്റ് ആയിട്ടുണ്ട്. സെയിം അല്ലേ? എല്ലാവർക്കും ട്രൈ ചെയ്യാൻ സാധനം കിട്ടുമോ അറിയില്ല. നമുക്ക് ഈബേയിൽ കിട്ടുമോ? ഈബേയിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.